വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ 3 വയസ്സുകാരിയടക്കം 2 പേർ കൊല്ലപ്പെട്ടു. മരിച്ചത് 55 വയസ്സുള്ള അസ്ലയും പേരക്കുട്ടി ഹേമശ്രീയും. ശബരിമലയിലെ സ്വർണ്ണമോഷണം രാഷ്ട്രീയ നേതാക്കളുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്നും വി.ഡി. സതീശൻ. കുഴൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. വി.എം. സുധീരന് ശേഷം തൃശൂരിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തുന്ന വ്യക്തിയായി ജനീഷ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായി വാർത്തകൾ നോക്കാം. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ 3 വയസ്സുകാരിയടക്കം 2 പേർ കൊല്ലപ്പെട്ടു. അസല, കൊച്ചുമകൾ ഹേമശ്രീ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ 3:30 ആന വീടിന്റെ ജനൽ തകർത്തതിനെ തുടർന്ന് ഹേമശ്രീയെ കയ്യിലെടുത്ത് ഓടി രക്ഷപ്പെടാൻ അസല ശ്രമിച്ചെങ്കിലും കാട്ടാന ആക്രമിക്കുകയായിരുന്നു. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 3 വയസ്സുള്ള കുട്ടിയടക്കം 2 പേർ മരിച്ചു. വാട്ടർഫാൾ എസ്റ്റേറ്റിൽ കാടർപ്പാറയ്ക്ക് സമീപമാണ് സംഭവം. ഹേമശ്രീ 3 വയസ്സ്, അസ്ല 52 വയസ്സ് എന്നിവരാണ് മരിച്ചത്. കാട്ടാന വീട്ടിലേക്ക് കടന്നുകയറിയാണ് ആക്രമണം നടത്തിയത്. സ്ഥിരമായി വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് വാൽപ്പാറ. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. വീടിന്റെ മുൻവാതിൽ പൊളിച്ച് കാട്ടാന അകത്തു കയറുകയായിരുന്നു. ഈ സമയത്ത് ഹേമശ്രീയെയും എടുത്ത് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു മുത്തശ്ശിയായ അസ്ല. എന്നാൽ ഇവരെ കാട്ടാന ആക്രമിക്കുകയും കുഞ്ഞും അസ്ലയും നിലത്ത് വീഴുകയും ചെയ്തു. ഇരുവരെയും കാട്ടാന ചവിട്ടി പരിക്കേൽപ്പിച്ചു. ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കുഞ്ഞ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അസ്ല ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്താണ് മരിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. ശബരിമലയിലെ സ്വർണ്ണമോഷണം രാഷ്ട്രീയ നേതാക്കളുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംഭവത്തിൽ ദേവസ്വം ബോർഡും പ്രതിയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിലും ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റതിലും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചു കൊണ്ടുവന്നത്? അപ്പൊ ദേവസ്വം ബോർഡ് ഇപ്പൊ പ്രതിയായി. അത് CPM പ്രതിയാകുന്നതിന് തുല്യമാണ്. മന്ത്രിയെ കൂടിയുള്ള അന്വേഷണം നടത്തണം. വിശദമായ അന്വേഷണം കൂടി നടത്തിയാലാണ് കുറെ കൂടി ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് വരികയുള്ളൂ. കോടതി വിധിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു വില്ലിംഗ് പർച്ചേസർക്ക് വിറ്റു എന്നാണ്. ഈ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം തന്നെ ഒരാൾക്ക് വിറ്റിരിക്കുക. എത്രയും വലിയ കളവാണ് ഇത്. ഹൈക്കോടതി പുറത്തു കൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം അടക്കം പോയതിനോടുന്ന്. വാതിൽ പോയി, കട്ട്ളപ്പടി പോയി, ദ്വാരപാലക ശില്പം പോയി, ഇനി തങ്കവിഗ്രഹം ഉള്ളവിടെ. ഇത് വിൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞു. വിൽക്കണത് ഒരു കോടീശ്വരനെ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം 5 കിലോ സ്വർണത്തിന്റെ വിലയല്ല ഇതിന്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ടാണ് മഴ ശക്തമാകുന്നത്. 6 ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകി IMD. ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി. മലപ്പുറം, പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചു. കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട്. 17-ാം തീയതി വരെ മഴ തുടരുമെന്നും IMD അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനപരമായിട്ടാണ് മഴ ശക്തമാകുന്നത്. വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനുള്ള സാധ്യത കൂടിയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കേരള തീരത്തെ മത്തിക്കുഞ്ഞുങ്ങളെ പിടിക്കരുതെന്ന് CMFRI. കേരള തീരത്തെ ചെറുമത്തികളെ പിടിക്കരുതെന്നാണ് നിയന്ത്രണം. മത്തി ഇനി അധികം വളരില്ലെന്നത് തെറ്റായ വ്യാഖ്യാനമാണെന്ന് വിശദീകരിച്ച CMFRI മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിത ഭാവിക്ക് കുഞ്ഞുമീനുകളെ പിടിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. ചെറിയ മത്തികളുടെ പിടിക്കാവുന്ന നിയമപരമായ വലിപ്പം അഥവാ MLS 10 സെന്റിമീറ്ററാണ്. ഇതിലും താഴെ നീളമുള്ള മത്തിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് കർശനമായി ഒഴിവാക്കണം. മഴയെ തുടർന്ന് കടലിന്റെ മേൽത്തട്ട് കൂടുതൽ ഉൽപാദനക്ഷമമായതാണ് കേരള തീരത്ത് മത്തി വൻതോതിൽ ലഭ്യമാകാൻ കാരണം. മത്തിയുടെ ലഭ്യതയും വളർച്ചയും പ്രധാനമായും പാരിസ്ഥിതിക മാറ്റങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
ഇവയുടെ ലഭ്യതയിൽ തകർച്ച നേരിടാതിരിക്കാൻ സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. മത്തിയുടെ പ്രജനനത്തിനും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും ഇത് നിർണായകമാണെന്നും CMFRI ഗവേഷകർ ചൂണ്ടിക്കാട്ടി. തീരെ ചെറിയ മത്തി പിടിക്കുന്നത് മത്തി ലഭ്യതയെ ദോഷകരമായി ബാധിക്കാൻ കാരണമാകുമെന്ന് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് പറഞ്ഞു. തീരക്കടലുകൾ ഇപ്പോഴും ഉൽപാദനക്ഷമമാണ്. ഇതിനാൽ ചെറുമത്തികൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. ഇതിനെ സുസ്ഥിരമായി പ്രയോജനപ്പെടുത്താനാവണം. MLS പ്രകാരമുള്ള നിയന്ത്രിത മത്സ്യബന്ധനമാണ് വേണ്ടത്. സ്ഥിരത ഉറപ്പാക്കാനും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം സംരക്ഷിക്കാനും ഇത് ആവശ്യമാണെന്നും CMFRI ഡയറക്ടർ പറഞ്ഞു. മീഡിയ ടൈം, കൊച്ചി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അഡ്വക്കേറ്റ് OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോഡൂർ സ്വദേശിയായ ജനീഷ് KSUവിൽ നിന്ന് തുടങ്ങി യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായും നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു വരുന്നു. VM സുധീരനു ശേഷം തൃശൂരിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയ വ്യക്തി കൂടിയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് OJ ജനീഷ്. പുത്തൻചിറയിൽ വയോധികയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന കേസിൽ ഒരു യുവതി കൂടി പിടിയിൽ. കേസിൽ രണ്ടാം പ്രതിയായ പട്ടേപ്പാടം സ്വദേശിനി തരൂപ്പടികയിൽ ഫാത്തിമ തസ്നി എന്ന 19 വയസ്സുകാരിയെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒന്നാം പ്രതി പുത്തൻചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ ആദിത്യനെ കഴിഞ്ഞ ദിവസം മാള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒന്നാം പ്രതിയുടെ കൂടെ 6 മാസമായി താമസിച്ചു വരുന്ന സ്ത്രീയാണ് രണ്ടാം പ്രതി ഫാത്തിമ തസ്നി. ഒന്നാം പ്രതി പൊട്ടിച്ചെടുത്ത മാല മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ മാല 4.5 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയും ഈ പണത്തിൽ നിന്ന് 50,000 രൂപയ്ക്ക് രണ്ടാം പ്രതി മാളയിലെ ജ്വല്ലറിയിൽ നിന്ന് പുതിയ മാല വാങ്ങുകയും ചെയ്തിരുന്നു. അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. ക്ഷേത്ര ദർശനത്തിനെത്തിയ ആൾക്ക് കടിയേറ്റു. ഇന്ന് രാവിലെ പടിഞ്ഞാറേനടയിൽ വെച്ചാണ് സംഭവം. കഴിഞ്ഞ ദിവസം മാവിൻ ചുവട് ഭാഗത്ത് 6 പേരെ തെരുവുനായ ആക്രമിച്ചിരുന്നു. മുച്ചിരി ആർട്ടിസ്റ്റ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ ലോഗോ പ്രകാശനവും പൊതുയോഗവും കൊടുങ്ങല്ലൂർ KB ദർബാർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. ശില്ലിയും ചിത്രകാരനും മുച്ചിരി ഓർഗനൈസേഷന്റെ പ്രസിഡന്റുമായ ഡാവിഞ്ചി സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ നീതി കൊടുങ്ങല്ലൂർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഹീര ജോസഫാണ് മുച്ചിരി ഓർഗനൈസേഷന്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കവി സെബാസ്റ്റ്യൻ, വിശ്വകുമാർ, അബ്ദുൾ ഖാദർ, ജാസ്മിൻ, കാവ്യ, സെക്രട്ടറി നന്ദകുമാർ തോട്ടത്തിൽ, അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി 75ാമത് പുഴനിലാവ് ഉദ്ഘാടനവും TN പ്രതാപന് വർഷധാര പുരസ്കാര സമർപ്പണവും പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു. കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടന്ന പരിപാടിക്ക് സൊസൈറ്റി ചെയർമാൻ VM ജോണി അധ്യക്ഷത വഹിച്ചു. രൂപത വികാരി ജനറൽ റോക്കി റോബി കളത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. TN പ്രതാപൻ മറുപടി പ്രസംഗം നടത്തി. കവി സെബാസ്റ്റ്യൻ, ഡാവിഞ്ചി സുരേഷ്, ജോഷി ചക്കമാട്ടിൽ, KU രംജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 3 പീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും റോഡ് ടാറിംഗ് നടത്തി എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. ദേവമംഗലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് 3 പീടികയിൽ സമാപിച്ചു. പ്രതിഷേധ യോഗത്തിൽ ER ജോഷി അധ്യക്ഷത വഹിച്ചു. TV സുരേഷ് ബാബു, മുഫ്തിക്കർ അഹമ്മദ്, നൌഷാദ് 3 പീടിക, VM നസീർ, നൂറുൽ ഹുദ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ 9ാമത് ആർട്ടിസ്റ്റ് D അന്തപ്പൻ മാസ്റ്റർ സ്മാരക ചിത്രകലാ പുരസ്കാരം സമ്മാനിച്ചു. മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ആർട്ടിസ്റ്റ് PR രാജന് ചിത്രകാരനും കവിയുമായ കൃഷ്ണൻ സൗവർണിക പുരസ്കാരം നൽകി. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ബഷീർ തൃപ്പേക്കുളം അധ്യക്ഷത വഹിച്ചു. EG വസന്തൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സുനിൽ P മതിലകത്തെ ചടങ്ങിൽ ആദരിച്ചു. ചിത്രകാരന്മാരായ ബാലകൃഷ്ണൻ, ശ്രീനാരായണപുരം, PH യഹിയ, ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി ജിതി സുധീഷ്, ജോയിന്റ് സെക്രട്ടറി MD അഭിശങ്കർ എന്നിവർ സംസാരിച്ചു. ആമണ്ടൂർ GMLP വിദ്യാലയത്തിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം 100 നിറവ് എന്ന പേരിൽ നടന്നു. SN പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കയ്പമംഗലം MLA T ടൈസൺ ഉദ്ഘാടനം നിർവഹിച്ചു. വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വ്യത്യസ്ത വേഷങ്ങളണിഞ്ഞ കുട്ടികളും വിവിധ കലാരൂപങ്ങളുടെ അവതരണവും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സുഗത ശശിധരൻ മുഖ്യാതിഥിയായി. പ്രമുഖ തിരക്കഥാകൃത്ത് PS റഫീഖ് വിശിഷ്ടാതിഥിയായി. KSKTU ചാലക്കുടി വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. CK ശശി ഉദ്ഘാടനം ചെയ്തു. MS സദാനന്ദൻ അധ്യക്ഷനായി. ജില്ലാ ആന്റണി, PM ദാസൻ, ജോസ് പോൾ എന്നിവർ സംസാരിച്ചു. സാമൂഹിക പ്രവർത്തനങ്ങളിൽ കുട്ടികളെ പങ്കാളികളാക്കാൻ ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി ക്ലബിന്റെ ഉദ്ഘാടനവും കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള സ്പർശ് കൂട്ടായ്മയുടെ പ്രവർത്തനോദ്ഘാടനവും കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. ക്രസന്റ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി വൈസ് ചെയർമാൻ CM മുഹമ്മദ് ഹാറൂൺ അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി ഷാഹുൽ പണിക്കവീട്ടിൽ, പ്രിൻസിപ്പൽ ജിജി ജോസ്, അധ്യാപക പ്രതിനിധികളായ MD ഡോളി, ജയ്ജോ റിൻഡോ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്പർശ് പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കൊരട്ടി പാതായത്തിലേക്ക് എല്ലാ മാസവും 20 ഭക്ഷണപ്പൊതികൾ എത്തിക്കുമെന്നും വിവിധ വിദ്യാലയങ്ങളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്യുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചു. അഴീക്കോട് CD സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, IMUP സ്കൂൾ, GUP സ്കൂൾ അഴീക്കോട് എന്നീ 3 വിദ്യാലയങ്ങളിലായിട്ടാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രവൃത്തി പരിചയമേള, ഗണിതശാസ്ത്രമേള, സാമൂഹ്യ ശാസ്ത്രമേള, ശാസ്ത്രം IT മേള എന്നീ 5 വിഭാഗങ്ങളിലായി 3000-ലധികം കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നു. ഉദ്ഘാടന സമ്മേളനം കയ്പമംഗലം MLA ടൈസൺ നിർവഹിച്ചു. എരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തീൻകുട്ടി ശാസ്ത്രോത്സവ സന്ദേശം നൽകി. വാർഡ് മെമ്പർ പ്രസീന റാഫി, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ പ്രഥമകുമാർ, മാനേജർ അബ്ദുൽ ഖയ്യം തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ 3 വയസ്സുകാരിയടക്കം 2 പേർ കൊല്ലപ്പെട്ടു. മരിച്ചത് 55 വയസ്സുള്ള അസ്ലയും പേരക്കുട്ടി ഹേമശ്രീയും. ശബരിമലയിലെ സ്വർണ്ണമോഷണം രാഷ്ട്രീയ നേതാക്കളുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്നും VD സതീശൻ. കുഴൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. VM സുധീരന് ശേഷം തൃശൂരിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തുന്ന വ്യക്തിയായി ജനീഷ്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.